അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എന്തല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, എന്നെ കേൾക്കുന്ന എൻ്റെ ഓഡിയൻസിനോട് ഞാൻ എന്നെ പറ്റിയിട്ട് ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഓരോരുത്തർ ഞാൻ ഇത് പറയാൻ എന്താ കാരണം എന്ന് തുടക്കത്തിലേ നിങ്ങൾ ചോദിക്കും. കാരണമുണ്ട്. കമൻസിലൂടെ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, തട്ടം കുത്തിയിട്ട് വന്ന് മക്കനെ ഇട്ടിട്ട് വന്ന് അവരുടെ പിന്നെ അവർ എങ്ങനെ അതായതാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സ്ത്രീ മുസ്ലിമായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും തലയിൽ തട്ടം കുത്തലും സ്കാർഫ് കുത്തിയിട്ട് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഇറങ്ങലും. നമ്മളിപ്പം ഒരു പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ, പുറത്ത് പോകുമ്പം തന്നെ നമ്മൾ പർദ്ദയെല്ലാം ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പോവാറ്. എന്നും ചെറുതിലേറ്റ ചുരിദാറെല്ലാം ഇട്ടിട്ട് പോയ ഓർമ്മയുണ്ട്. എന്നും അധികം പർദ്ദ ഇട്ടിട്ട് തന്നെയാണ് പോവാറ്. അപ്പം ഞാൻ എങ്ങനെയുള്ളവളാണെന്നും ഒരുവിധം, ഞാനിപ്പോൾ എന്നെ നന്നാക്കുന്നതല്ല, എന്നെ ഈ കേൾക്കുന്ന ആൾക്കാർക്കറിയാം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങളിലായിക്കഴിഞ്ഞാലും എന്നെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചിട്ടുണ്ട്. അതിലപ്പുറം ഒന്നും അല്ല ഞാൻ. പിന്നെ നിങ്ങളിൽ ചിലർക്ക് എന്താ പറയണ്ടേ, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ മാറണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം തലയെ തട്ടടാണ്ട് ഞാൻ ഈ യൂട്യൂബിൽ സഹോദരങ്ങളോടാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിൽ വന്നേ മുതൽക്കും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈവിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെ പുതച്ചു മൂടിയിട്ട് വരേണ്ട ആവശ്യം എന്താ? തലയിൽ തട്ട എന്തിനാ ഇടുന്നത്? തട്ട ഒഴിവാക്ക്. ഞാൻ പറയട്ടെ, അന്യ സ്ത്രീകളുടെ മുടി കാണാനും അന്യ സ്ത്രീകളുടെ ദേഹം കാണാനും ആഗ്രഹിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് പകൽ പോലെ വെളിച്ചമാണ്. യൂട്യൂബിൽ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ ഒരിക്കലും മോശക്കാരി ആകുന്നില്ല കേട്ടോ. ഇത് എൻ്റെ പാഷനാണ്. ഞാനൊരു വ്ളോഗർ ആവുക, ഒരു യൂട്യൂബർ ആവുക എന്നുള്ളത്. ഈ ഒരു യൂട്യൂബിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു സ്ത്രീയും, ഈ ഞാനടക്കം ഒരാളും എന്താ പറയുക, വേണ്ടാത്തൊരു സ്ത്രീയല്ല. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പം എന്തും പറയാം എന്നുള്ളൊരു ഇതായി കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ അങ്ങേ അറ്റം വേണ്ടാത്ത രീതിയിൽ കമൻസ് വഴിയെല്ലാം നമ്മളെ ആക്ഷേപിക്കുന്നവരുണ്ട്. അപ്പം ഇത് ഓരോരുത്തരുടെ വേഷം, അവർ എന്ത് ധരിക്കണം എന്നുള്ളതും എങ്ങനെ നടക്കണം എന്നുള്ളതും വ്യക്തിപരമായിട്ട് ഇതെൻ്റെ ഇഷ്ടമല്ലേ. ഇതിൽ കൈകടത്താൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയൂ. നിങ്ങൾക്ക് കാണാൻ കോലത്തിലുള്ള, ഇഷ്ടത്തിൽ നടക്കേണ്ട കോലത്തിലുള്ളതല്ല, അത് അവരോട് പറഞ്ഞാൽ പോരെ, നമ്മളോട് പറയണോ? എന്നോട് പറയുന്നത് എത്ര തവണയായി എന്നറിയാവോ? എനിക്കറിയാം എന്നെ കേൾക്കുന്ന എൻ്റെ ഓഡിയൻസ് കൂടുതലും പുരുഷന്മാരാണെന്നുള്ളത് എനിക്ക് ഇപ്പം ആദ്യം അറിയൂലേനു, ഇപ്പം നന്നായിട്ട് എനിക്കറിയാം. അപ്പം എനിക്ക് പൊന്നു സഹോദരങ്ങളോടാണ് ഞാൻ പറയുന്നത്, എന്നോട് ഇനിമേലിൽ അങ്ങനത്തെ കമൻസ് ഒന്നും ഇടരുത് കേട്ടോ. എൻ്റെ വേഷം ഇതാണെന്ന് ഞാൻ എന്നും എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയുള്ള ജനങ്ങൾക്കും അറിയാം ഞാനല്ലേ ഏത് കോലത്തിലാണ് നടക്കുന്നത് എന്നുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലാണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ ഈ കോലത്തിൽ തന്നെ ഇവിടെ കുടുംബത്തിൽ മൊത്തം നടക്കാറ്. അല്ലാണ്ട് ഫുള്ള് ഒന്നും ഇല്ലാണ്ടൊന്നുമല്ല നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നത്. അല്ലെ എന്താ പറയുക, ഭയങ്കര ഫാഷനിലായിട്ടൊന്നുമല്ല നമ്മൾ നടക്കാറ് കേട്ടോ. ഏത് ചുരിദാറിട്ട് കഴിഞ്ഞാലും അതിൻ്റെ മേലെ നമ്മൾ പർദ്ദയും ഈ സ്കാർഫും കുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഇതുവരെയും നടന്നിട്ടുള്ളത്. പിന്നെ ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. ഇത് പറയാണ്ടിരിക്കാനാവൂല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഇന്നും ഇന്നലെ അല്ല, ഇത് തുടങ്ങിയ മുതൽക്കും ഇന്നലെ വരെ ഒരാൾ കമൻ്റ് ഇട്ടിട്ട് ഞാൻ ഡിലേറ്റ് ആക്കി കളഞ്ഞതാണ്. എന്ത് തട്ടവും മക്കനെയും കുത്തിയിട്ടെല്ലാം വരുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം പോലും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് ഞാൻ ഇതിൽ തുറന്ന് കാണിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെയുള്ളവളാണ് എന്തെല്ലാം. ഇനി പോരെങ്കിൽ ഞാൻ ഇനി നാട്ടുകാരെ മുമ്പിൽ മൈക്കും കൊടുത്തിട്ട് പറയിപ്പിക്കണോ എങ്ങനെയുള്ളവളാണെന്ന്? പിന്നെ എന്താ ഇതിലപ്പുറം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കോലത്തിൽ ഒരിക്കലും വേണ്ടാത്ത രീതിയിൽ എന്നെ നിങ്ങൾ കാണൂല. അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങളെന്നെ പ്രതീക്ഷിക്കും വേണ്ട. എൻ്റെ വേഷവും എൻ്റെ സംസാര രീതിയും ഇതന്നെ. ഇതിനെന്നെ ഇഷ്ടപ്പെടുന്നവർ മതി എനിക്ക്, അത്രയേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ വേണ്ടാത്ത രീതിയിലും എന്നോട് കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിനെതിരെയാണ് ഞാൻ പറയുന്നത്. ഇനി അങ്ങനത്തെ എന്താ പറയുക, തെറ്റിലേക്ക് നയിക്കുന്ന കോലത്തിലുള്ള കമൻസ് ഒന്നും ഇടരുത് എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു പെങ്ങളായിട്ടെങ്കിലും കണ്ടിട്ട് അതുപോലെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ പറയുന്നൊരു കാര്യമാണ്,
എല്ലാവരും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മുസ്ലിം യുവതികളുടെ അഴിഞ്ഞാട്ടമാണ് എന്നുള്ളത്. എല്ലാവരെ കുറിച്ചും അങ്ങനെ ഒന്നടങ്കം പറയുന്നത് ശരിയല്ല. മുസ്ലിം ആയതുകൊണ്ട് യൂട്യൂബിൽ കയറാൻ പാടില്ല എന്നുണ്ടോ? ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല എന്നുണ്ടോ? ഇൻസ്റ്റ തുടങ്ങാൻ പാടില്ല എന്നുണ്ടോ? ഒന്നുമില്ല. നമ്മുടേതായിട്ടുള്ള മര്യാദ അനുസരിച്ചിട്ട് നമ്മൾ ഏത് വീഡിയോസ് ചെയ്താലും അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. മുസ്ലിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു ബൗണ്ടറിങ് ഉണ്ട്. അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ഏത് വേഷം ധരിക്കണമെന്നും എങ്ങനെ നടക്കണമെന്നും അതെല്ലാം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് ഈ ഒരു വാക്കുകൾ നിങ്ങൾ പുരുഷന്മാരോട് പറയൂലോ. നിങ്ങളെന്താ ഇങ്ങനെ നല്ല ഷർട്ടെല്ലാം ഇട്ട് വന്നിക്ക്, നിങ്ങളെന്താ ഇങ്ങനെ ഷർട്ടില്ലാണ്ട് നിങ്ങൾക്കൊന്ന് വന്നൂടെ, പാൻ്റ് ഇടാണ്ട് വന്നൂടെ, അങ്ങനെയല്ലേ നിങ്ങൾ പുരുഷന്മാരോട് പറയാറുണ്ടോ? സെയിം വർഗത്തിനോട് നിങ്ങൾ പറയുന്നില്ല ഇല്ലേ? സ്ത്രീകളോടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ വേണ്ടാത്ത സംസാരങ്ങളെല്ലാം സ്ത്രീകളോടാണ് പറയുന്നത്. അപ്പം ഈ തട്ടം കുത്തി വരുന്നവരോട് എന്തിനാണ് ഇത്രയേറെ പക പോക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഇതെല്ലാം എൻ്റെ അവകാശമാണ്, എൻ്റെ അവകാശം തന്നെയാണ്. ഞാൻ എന്ത് ധരിക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത് എൻ്റെ അവകാശമാണ്. അതിലൊരിക്കലും ഇനിമേലിൽ ചോദ്യം ചെയ്യരുത് കേട്ടോ. യൂട്യൂബിൽ എന്ന് വെക്കേണ്ട ഏത് മേഖലകളിലായി കഴിഞ്ഞാലും മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പേരൊന്നുമില്ല. എവിടെ ആയിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവകാശം മുസ്ലിമിനുമുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാം ഒഴിച്ചു നിർത്തപ്പെടേണ്ട ഒരു സമൂഹമൊന്നുമല്ല, ഒരു സമുദായം അങ്ങനെയുള്ളതല്ല. എല്ലായിടത്തും മുസ്ലിങ്ങൾ പിന്നെ പോവാനും ഇരിക്കാനും അവർക്ക് മാന്യമായിട്ട് ജോലി ചെയ്യാനുമുള്ള അവകാശം മുസ്ലിംസിനുമുണ്ട്. ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോയിലും കൂടിയും പറയുന്നതാ, അതിൽ കമൻറ്റ്, വീഡിയോയിൽ പറയുന്നല്ല, അതിൻ്റെ കമൻറ്റാണ് പറയുന്നത്. എവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും മുസ്ലിംസ് ഉള്ളൂ, മുസ്ലിം വനിതകളാണ് എല്ലായിടത്തും. യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല, മുസ്ലിം സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതെന്താ, മുസ്ലിങ്ങളെ ഒഴിച്ച് മൂലയിൽ ഇരുത്താമെന്നാണോ? വർഗീയത ഒരിക്കലും കൊണ്ടുവരരുത് കേട്ടോ സഹോദരങ്ങളെ. വർഗീയത നല്ലതല്ല, വർഗീയത കൊണ്ടുവരരുത്. എന്താ പറയുക, നമ്മുടെ ഈ കേരളത്തിൽ ജാതി മത ഭേദമന്യല്ലേ, അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ളൊരു ഇതില്ലല്ലോ നമ്മുടെ കേരളത്തിൽ. അപ്പം അതുകൊണ്ട് ഒരിക്കലും വർഗീയത കൊണ്ടുവരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിലയിൽ നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണ് ഈ ചൊറിച്ചിൽ എന്നുള്ളതാണ് കേട്ടോ. മുസ്ലിമിൻ്റെ പേരും വെച്ചിട്ട് എന്താ പറയുക, വേണ്ടാത്ത രീതിയിൽ വേണ്ടാത്ത വേഷം ധരിച്ചിട്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കാണും, അവിടെ പോയിട്ട് നിങ്ങൾ കമൻ്റ് ഇടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവിടെ വേഷം ധരിച്ചുകൊണ്ട് നിന്നിട്ട് നൃത്തം കളിക്കുന്നതും പാട്ട് പാടുന്നതെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം. അപ്പം അല്ലാത്ത ആൾക്കാരെ നിങ്ങൾ വെറുതെ വിടും. ഞാൻ പറയട്ടെ, മുസ്ലിമായി ജനിച്ച് കാഫറായി മരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പേരുകൊണ്ട് മാത്രം മുസ്ലിം ആവണം എന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു യൂട്യൂബിൽ കയറി കഴിഞ്ഞു എന്ന് വീണ്ടും പറയുക, വീണ്ടും എടുത്ത് പറയുകയാണ്. ഒരു യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം കയറി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ത്രീയും കാഫറാവാനും പോകുന്നില്ല. ഒരു സ്ത്രീയും എന്താ പറയുക, വേണ്ടാത്തവളായി മാറാനും പോകുന്നില്ല കേട്ടോ. നമ്മളായിട്ട് തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാൽ എവിടെയും ഒന്നും ആവില്ല എന്നുള്ളതാണ്. എത്ര പേര് നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നുണ്ട്, എന്നിട്ട് അവരെല്ലാം വേണ്ടാത്ത സ്ത്രീകളും വേണ്ടാത്ത ആൾക്കാരുമാണോ? ഏത് കോലത്തിൽ, ഏത് ലോകത്തിലാണ് നിങ്ങളെല്ലാം ജീവിക്കുന്നത്? ഇതെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് കേട്ടോ. 1 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അന്നേരം തൊട്ടിട്ട് ഇതുവരെയും ഇന്നലെ വരെയും എനിക്ക് ഈ ഒരു കമൻറ്റ് നിരന്തരമായിട്ട് വരുന്നുണ്ട്. എന്ത്, നിങ്ങളിങ്ങനെ പുതച്ചു മൂടിയിട്ട് വരില്ല, നിങ്ങൾ തട്ടം അഴിച്ചിട്ട്, നിങ്ങൾ മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ട് വാ. ഞാൻ പറയാൻ മടിക്കുന്ന കാര്യങ്ങളുണ്ട്, പച്ചക്ക് പറഞ്ഞ കാര്യങ്ങളുണ്ട്, എൻ്റെ നാവുമ്മൽ അത് വരൂല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാനൊരു പർദ്ദൻ്റെ എന്താ പറയുക, എൻ്റെ പർദ്ദ കളക്ഷൻസ് ഇട്ട വീഡിയോസിൽ വരെ പച്ചക്ക് പറഞ്ഞ വാക്കുകളുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ എന്താ പറയുക, കവറാക്കിയിട്ട് വരുന്ന സ്ത്രീകൾക്ക് എതിരെയാണ് ഇങ്ങനത്തെ കമൻസ് എല്ലാം വരുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ കവറാക്കിയിട്ട് വരുന്ന ഒരുപാട് സ്ത്രീകളെ വീഡിയോസിൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനത്തെ കമൻസ് ഞാനും കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ആകാംക്ഷയാണ്, എല്ലാം വെളിച്ചത്ത് എല്ലാം വെളിവാക്കി വരുന്നവരെ ഇനി എന്ത് കാണാനാ എന്നുള്ള ഒരു മൈൻഡായിരിക്കും. അപ്പോൾ ഈ കാണാത്തത് കാണാനുള്ള ഉത്കണ്ഠയായിരിക്കും. അല്ലാണ്ട് എന്ത് പറയാനാ ഇതിനൊക്കെ? അതും കൂടിയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്കുള്ള ഒരു പോക്കായിരിക്കും. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ നിങ്ങളോട് പറയുന്നതാണ്, അതിന് നമ്മളെ കിട്ടൂല. നമ്മളായിട്ട് അങ്ങ് ജീവിച്ചു പോട്ടെ കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസുമായിട്ട് ഞാനിങ്ങനെ പോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്ന് കാണുക, ലൈക്ക് ചെയ്യുക,
അപ്പോൾ പിന്നെ അതിനിഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് കാണുകയെന്ന് ഞാൻ പറയുകയാണ്. വേണ്ടാത്ത രീതിയിൽ ഒരിക്കലും എന്നെ എടുക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.